പകുതിവില തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗം പേരും പണം കണ്ടെത്തിയത് വായ്പയെടുത്ത്. പാലക്കാട് പെരുമാട്ടിയിൽ ബ്ലേഡ് പലിശയ്ക്ക് പണമെടുത്ത് പകുതിവില പദ്ധതിയിൽ ചേർന്നവരുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പകുതിവില തട്ടിപ്പിൽ ഇപ്പോഴും പരാതികൾ വലിയ തോതിൽ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പരാതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി പണം കണ്ടെത്തിയിട്ടുള്ള പല ആളുകളും വായ്പ എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് നിന്നും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂട്ടർ കിട്ടിയില്ല എന്നത് മാത്രമല്ല, അവരെല്ലാം തന്നെ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം പട്ടഞ്ചേരി മേഖലയിലുള്ള ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഇതിൽ പരാതി നൽകിയിട്ടുള്ള ആളുകളെ തന്നെ കാണാം. നിങ്ങളുടെ പേരെന്താ? വിനീത. എന്നാണ് ഈ പണം കൊടുത്തതൊക്കെ? ഞങ്ങളൊരു 4 മാസം ആയി. സ്കൂട്ടറിന് വേണ്ടി തന്നെയായിരുന്നു? സ്കൂട്ടറിന് വേണ്ടി തന്നെയാണ്. അതെ. ഏത് ഏജൻസി മുഖാന്തരം? ഞങ്ങൾ സീഡ് സൊസൈറ്റി. ഇത് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്കുള്ള പണം കണ്ടെത്തിയത്? ഞാനൊരു ചെറിയ ഷോപ്പ് നടത്തണം. അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ലോൺ എടുത്ത് തന്നെയാണ്. ഞാൻ 50,000 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. 50,000 രൂപയ്ക്ക് ഒരു മാസം 1000 രൂപ വെച്ചിട്ട് പലിശ കൊടുക്കണം. ഇനിയിപ്പോൾ അത് ഇത് നഷ്ടപ്പെടുകയും ഇപ്പോൾ ഞാൻ ഡെയിലി കളക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി കളക്ഷൻ അങ്ങനെ ഷോപ്പിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഷ്പ. എങ്ങനെയാണ് ഇതിലേക്ക് ഈ പദ്ധതിയെ കുറിച്ച് അറിയുന്നത്? എങ്ങനെയാണ്? അതായത് നമ്മൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊരു മെസ്സേജ് കണ്ടു. അത് കണ്ടിട്ടാണ് ഞങ്ങൾ കുടുംബശ്രീൻ്റെ ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കാൻ പോകുന്നത്. അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അതായത് ഇങ്ങനെ സ്കൂട്ടി ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ ഏതിൽ വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്കൂട്ടി മതി എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയിൽ പറഞ്ഞിട്ട് ആ ക്യാഷ് അവർക്ക് മോചിത എന്ന് പറയും, അവർക്ക് 6220 രൂപ കൊടുത്തു. അവരൊരു സ്ലിപ്പ് തന്നു. ആ സ്ലിപ്പ് തന്ന ശേഷം നേരെ വടക്കത്തറ കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് സ്കൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത് അവർക്ക് 60,000 രൂപ അതിൻ്റെ പേരും കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പ്രോമിസറി നോട്ട് എല്ലാം തരുകയും ചെയ്തു. നമ്മളെങ്ങനെ ഈ പണം കണ്ടെത്തിയിട്ടുള്ളത്? ഗോൾഡ് ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട്. സുധീഷ് ഇത് ആർക്ക് വേണ്ടിയിട്ടാ? വൈഫിന് വേണ്ടി. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു വണ്ടി കിട്ടിയാൽ സൗകര്യമാവുന്ന രീതിയിൽ. അതെ. എങ്ങനെയാണ് ഇതിന്റെ പണം? ഗോൾഡ് പണയം വെച്ച്. ഈ മോഹനേട്ടൻ്റെ അനുഭവം എന്താണ്? ഞാനിതുപോലെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. പൈസ ഉണ്ടാക്കി അവിടെ കൊടുത്തു. ഇപ്പോൾ അത് അടയ്ക്കാൻ വഴിയില്ല, വണ്ടിയില്ലാത്തൊരു കണ്ടീഷനായി മാറി. ഇതിപ്പോൾ ഇവർക്ക് പുറമെ 20ഓളം പേരാണ് ഒരു ഗ്രൂപ്പായിരുന്നു. ഇവർ പരാതി കൊടുത്തു. ചില ആളുകൾ വരാനുണ്ട്. എല്ലാവരും പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ പണം എടുത്തിട്ടില്ല, എല്ലാവരും വായ്പയായിട്ട് തന്നെയാണ്. ഇപ്പം അതിനകത്ത് ബ്ലേഡിന് പണം എടുത്ത ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്വർണം പണയം വെച്ച് എടുത്ത ആളുകളുണ്ട്, സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത ആളുകളുണ്ട്. അവരെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ പദ്ധതി പ്രകാരം ഇവർക്കാർക്കും തന്നെ അതിൽ പറയുന്ന ആ സ്കൂട്ടർ കിട്ടിയതുമില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ ആളുകളും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഇതിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ തന്നെയാണ് പണം കണ്ടെത്തിയിട്ടുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.